ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. നമ്മളിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. എന്നെക്കൂടെ അന്ന് ഓട്ടോറിക്ഷയായിട്ട് വരികയാണ്. ഓട്ടോറിക്ഷൻ്റെ ഒച്ച എന്നെ കിട്ടുങ്ങനെങ്കിലും തിരിഞ്ഞു നോക്കിയിരിക്കും അല്ലേ. അത് വിചാരിച്ചാണ് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോരുന്നത്. ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി എണ്ണയിട്ട് വാട്ടിയെടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ടിയ മസാലപ്പൊടികളും ഇടുകയാണ് കേട്ടോ. മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് പണ്ട് അമ്മമാരൊക്കെ വെക്കുന്ന കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അങ്ങനെ പൊടിയും തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം ബീഫ് അതിലേക്ക് ഇട്ടുക്കുന്നു കേട്ടോ. ഈ കുക്കറിൽ കൂടെ അങ്ങനെ വാടിക്കോളണമെന്നില്ലല്ലോ, കൂടി നല്ലോണം വെന്തരിഞ്ഞൂലേ. അമ്മമാരൊക്കെ മൺചട്ടിയിൽ അടുപ്പത്തായിട്ട് വെക്കുക, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. ബീഫൊക്കെ നമ്മൾ കുറഞ്ഞ തീയിൽ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് നമ്മൾ ഇനി എങ്ങനെ എന്തൊക്കെ സാധനം ഇട്ട് ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അല്ലെങ്കിലും പണ്ടത്തെ ഫുഡിനൊക്കെ അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ഫുഡൊക്കെ നമ്മൾ ഏത് മോഡൽ ഉണ്ടാക്കിയെടുത്തെങ്കിലും ആ ടേസ്റ്റ് ഇപ്പം കിട്ടൂല. അങ്ങനെ ബീഫ് കറി റെഡിയായി. പിന്നെ ഗോതമ്പത്തിൻ്റെ പൊടി ഞാൻ കുഴച്ച് ഞാൻ ഉരുളാക്കി വെച്ചിരുന്നു കേട്ടോ. ചപ്പാത്തി കുഴക്കുമ്പോൾ തന്നെയാണ് കുഴച്ചത്, അതൊന്നും പിന്നെ ഞാൻ കാണിച്ചില്ല. പിന്നെ പ്രസ് ചെയ്തെങ്ങാൻ ഈ പത്തിരിക്കല്ലിട്ട് ചുട്ടെടുക്കുക കേട്ടോ. പണ്ട് അമ്മമാരൊക്കെ നമുക്ക് പത്തിരി ചട്ടിയിലിട്ടേയും ചുട്ട്, അല്ലെങ്കിൽ കോയിലുമ്മലയും പരത്തലും. അന്ന് പലകമ്മലെ പൊടിയൊക്കെ ഇട്ടേയും പരത്തില്ല. അത് നെയ്സാക്കി പരത്തൊന്നുമില്ല, അതിന് അത്യാവശ്യം കട്ടിയിൽ പത്തിരിൻ്റെ ഒക്കെ വലുപ്പത്തിൽ ചെറുതാക്കി നെയ്യും പരത്തി തരികയും ചെയ്യുക. അങ്ങനെ പരത്തി ഞാൻ പത്തിരിച്ചട്ടിയിട്ട് ചുട്ടായിരുന്നു. ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ വേഗം വേണ്ടിയിട്ട് പിന്നെ ഈ ചട്ടി തന്നെ 2-3 ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. എന്നെങ്കിലല്ലേ നമ്മളെ കാര്യങ്ങൾ വേഗം കഴിച്ചിലേക്കിട്ട്. പിന്നെ ഗ്യാസുമ്മലും അല്ലേ ചുടുന്നത്. കുറേ സമയം ഇങ്ങനെ കളിച്ചെടുക്കുമ്പോൾ ഗ്യാസും തീരൂലേ, അല്ലേ പിന്നെ അടുപ്പ് തീ ഇട്ടേണ്ടീനു കേട്ടോ. ഇന്ന് തീ ഇട്ടിയില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ പത്തിരിച്ചട്ടി ചുട്ടിരുന്ന ചപ്പാത്തി അല്ല കേട്ടോ, സോറി, ഗോതമ്പ് പത്തിരി. ഞാനിപ്പോൾ ഗോതമ്പ് പത്തിരി അന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഇങ്ങനെ മാറിപ്പോവുകയാണ് കേട്ടോ, തയക്കത്തിന് പറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ രാവിലേക്കുള്ള ചപ്പാത്തിയായി, ബീഫ് കറിയായി. ഇനി ഉച്ചക്കേക്കുള്ള നെല്ലുത്തിയ ചോറുണ്ട് കേട്ടോ. അടുപ്പത്ത് വേഗം വേണ്ടിയിട്ട് നെല്ലുത്തിയ ഇട്ടാണ് ഇന്ന് ചോറ് വെക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ. ബീട്രൂട്ട് ചെത്തിങ്ങാനും ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാട്ടോ. അല്ലാണ്ട് ഇതിനൊന്നും ചോപ്പ് ചെയ്ത് കിട്ടൂല. ഇതന്നെ റിസ്ക് ആണ് കേട്ടോ. നല്ലോണം അമർത്തിയെങ്കിലേ ഇത് 2 കൈയും കൂട്ടി അമർത്തിയെടുക്കണം, എന്നാലും ഇത് മുറിഞ്ഞ് കിട്ടും. പൊടിയായിട്ട് കിട്ടണേ കുറേ പ്രസ് ചെയ്യണം. ഇത് 2 കൈയും കൂട്ടി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈക്ക് ഒരു കടിച്ചിലെടുക്കലാണ്. ഇതിലും നല്ല ചോപ്പർ ഞാൻ ഒമാനിൽ നിന്ന് ഉപയോഗിക്കുന്ന ആ ചോപ്പറായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൽ പറ്റാനുള്ള ഉപ്പേരി നമുക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെറുത് വാങ്ങിയത്. പിന്നെ ആണെങ്കിൽ അതിന് കൂടുതൽ പൈസയും വേണോ, ഇതിന് കുറഞ്ഞ പൈസയും മതി. അത് കറണ്ടുമ്മലാണ്, ഇത് നമ്മൾ കൈയോട് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തയങ്ങുന്നതിനനുസരിച്ചാണല്ലോ നമുക്കൊക്കെ എളുപ്പമായിട്ട് തീരുകയല്ലേ. ഇതിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുകയുള്ളൂ. ഉള്ളിയും കാബേജ് അങ്ങനത്തെ കട്ട് ചെയ്യാൻ സുഖമാണ്. ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് കേസ് ടൈറ്റായൊക്കെ തോന്നൽ കേട്ടോ. ആ വലിയ പീസൊക്കെ ചെറുതായി കിട്ടുന്നവരെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേഗം അങ്ങ് ആവും. നമ്മളൊക്കെ എന്തൊരു പണിയെടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തീർക്കുന്ന വഴിയല്ല നമ്മളൊക്കെ തിരഞ്ഞെടുക്കൂലേ. ഇങ്ങനെ ബാക്കിയുള്ള ബീട്രൂട്ടും കൂടി ചോപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്ത് കടുകും മുളകും കറിവേപ്പിലയും ഇട്ടെടുത്ത് ബീട്രൂട്ടും ഇട്ട് ഉപ്പും ഇട്ട് ഇങ്ങനെ ഉപ്പേരിയാക്കി എടുത്തിട്ടോ. ഇങ്ങനെ നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. നെല്ലുത്തിരിച്ചോറ് വിളമ്പിക്കുന്നത്, ഉപ്പേരി വിളമ്പുകയാണ്. പിന്നെ കറി ഇതിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടിയൊക്കെ പൊരിച്ചെങ്കിൽ കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആ കോഴിമുട്ടയും കൂട്ടി ഉപ്പേരിയും ചോറും കൂടി തിന്നാൽ. പിന്നെ അതല്ലെങ്കിൽ തക്കാളി വാട്ടി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആണെങ്കിലും വിശേഷമായി. ഏതായാലും തൽക്കാലം ഞാൻ കറി ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. കറിയും വിളമ്പിക്കുന്നു കേട്ടോ. ബീഫിൻ്റെ കറി ഉണ്ടല്ലോ. അങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയത് ആ ചായയൊക്കെ കുടിക്കായിരുന്നതാണ്. നമ്മളെ ഗോതമ്പ് പത്തിരി ഉണ്ട്, പണ്ടത്തെ അമ്മച്ചിമാരെ ബീഫിൻ്റെ കറിയുണ്ട് കേട്ടോ. പിന്നെയും ഞാൻ പറയാം കേട്ടോ, അന്നത്തെ ബീഫിൻ്റെ കറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇന്നത്തെ ബീഫിൻ്റെ കറിൻ്റെ 7000 കൂടിയും കൂടി പോയില്ല കേട്ടോ. പിന്നെ മക്കളെ, ഇനി കാണുന്ന വീഡിയോ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ ആണ്. ഞാനും അനിയത്തിയും കൂടി ഒരു ലോഗിൻ കാണാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് വട്ടോളക്ക് പോരാൻ എപ്പോഴും ഓട്ടോറിക്ഷയും ബസ്സും ഒക്കെ ഉണ്ടാവും. അവിടെ ഇങ്ങോട്ട് പോരണമെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടായിക്കണം, അതല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോരണം. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് രണ്ടാളോട് പോരുകയാണ്. ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ നല്ല സ്ഥലമാണ് കേട്ടോ. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വൈബാണ്.
പിന്നെ മക്കളൊക്കെ വന്നിട്ടാണെങ്കിൽ ഫോട്ടോയും വീഡിയോ എടുത്ത് ഇവിടുന്ന് പോരിയല്ല. അതല്ല മക്കൾ, ഇതിൻ്റെ മുകളിൽ നോക്കിക്കുകയാണെങ്കിൽ ഞങ്ങളെ വട്ടോളി അങ്ങാടിയുള്ള പള്ളിൻ്റെ ലൈറ്റ്, അതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ നല്ലോണം കാണട്ടോ, ഒക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നിട്ടൊക്കെ രാത്രി ആയിക്കുകയാണെങ്കിൽ വയനാട്ട് ചുരത്തിൽ കൂടി ബസ് പോകുന്നതിന് ലൈറ്റൊക്കെ നല്ലോണം കാണാം. വണ്ടിയൊക്കെ പോകില്ലേ, അതിൻ്റെ ലൈറ്റ് നല്ലോണം കാണാം. പിന്നെ ഇവരുണ്ടാക്കുന്ന വീടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 2 നില വീടായി പണി തീർന്ന് വരുമ്പോൾ മുകളിലത്തെ ഭാഗം റോഡിനോട് സമായിട്ടാണ് വരിക. മുകളിലത്തെ സിറ്റൗട്ടിലേക്കാട്ടോ കയറാൻ എളുപ്പം. പിന്നെ ആണ് കോണി ഇറങ്ങി താഴോട്ട് വരണം, അടുക്കളയും ബാക്കിയുള്ള റൂമുകളൊക്കെ. അതിൻ്റെ പണിയപ്പോൾ തീർത്തിങ്ങാൻ 2 ബെഡ്റൂമും അടുക്കളയും അതിലൊക്കെയുള്ള ബാത്റൂമും കാര്യമൊക്കെ സെറ്റാക്കിയാണ് ഇപ്പോൾ താമസിച്ച്. ഇനി മുകളിലത്തെ ഭാഗം ഉണ്ടാക്കണം കേട്ടോ. അതിലൊക്കെ കോണിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വാതിൽ കുറ്റിയിട്ടേച്ചേം കൊണ്ട് ഞങ്ങൾ വന്നവർക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ എന്നിട്ട് സൈഡിൽ കൂടെയുള്ള കോണി ഇറങ്ങിയാണ് പുരയിലേക്ക് വന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി രോഗിനെയൊക്കെ കണ്ട് ഞങ്ങൾ ചായയും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ തിരിച്ച് പോവുകയാണ്. ഇത് ഓട്ടോറിക്ഷയിൽ തന്നെ കേട്ടോ തിരിച്ച് പോയി. ഓട്ടോറിക്ഷ ഞങ്ങളവിടെ നിർത്തിയിട്ടതായിരുന്നു. അല്ലാണ്ട് ഇവിടുന്ന് വണ്ടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ആണെങ്കിൽ സമയമല്ല, വേഗം വന്ന് വേഗം പാലോ ഞെരിച്ച് പോകുന്നതാണ്. ഇതിലൊക്കെ ഒരു കാലത്ത് കുറേ നടന്നു പോയ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ റോഡും കാര്യമൊക്കെ ആയിക്കൊണ്ട് വരാനൊരു സുഖമുണ്ട്. പിന്നെ ഇത് ഞാൻ പഠിച്ച LP സ്കൂളാണ് കേട്ടോ. 1 മുതൽ 4 വരെ ഞാനൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രം കേട്ടോ. അങ്ങനെ പുരയിൽ വന്ന് നോക്കുന്നേരം മക്കളെ അടുക്കളയിൽ ഫുള്ള് വെള്ളം. പിന്നെ മുകളിൽ കയറി നോക്കാമല്ലോ വിചാരിച്ച് കയറി നോക്കിയതാണ് ഞാൻ. നോക്കുന്നേരം ആ വെള്ളം തളം കെട്ടി കിടക്കുകയാണ് അടുക്കളൻ്റെ മുകളിൽ. ഓൾസ് അടിഞ്ഞെടുക്കുക കേട്ടോ. പ്ലാവിൻ്റെ ഇല വീണെങ്ങാൻ ഇതിൻ്റെ നേരെ മുകളിൽ പ്ലാവും മാവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇല തൊഴിഞ്ഞ് കിടന്നിട്ടാണെങ്കിൽ പിന്നെ ഓൾസ് അടിഞ്ഞു. ഇങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്ത് ബായിനെ വിളിച്ച് ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചാണല്ലോ. പിന്നെ കയറി വെക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ടുമില്ല. അതിന് ബായി വന്നൊക്കെ ക്ലീൻ ചെയ്ത് പോയതാണേ. പിന്നെ മക്കളെ ഈ അടുക്കളുടെ വാർപ്പും പുരൻ്റെ വാർപ്പും കൂടി തമ്മിൽ യോജിപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ പാടില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യോജിപ്പിക്കാണ്ടിരുന്നതായിരുന്നു. ഇത് അടിഞ്ഞു വേണാണേ. ഞാൻ അടുക്കളയിലേക്ക് ഇങ്ങനെ വെള്ളം വെച്ച് ഞാൻ നോക്കണ്ടേ. അങ്ങനെ തമ്മിൽ യോജിപ്പിക്കാത്തതൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ കനിഞ്ഞു വലിക്കൽ. പക്ഷേ ചോർച്ചല്ല കേട്ടോ. ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഉറ്റിങ്ങാൻ അവിടെ ഇങ്ങനെ ഒരു നനവ് എപ്പോഴും നിലത്തുണ്ടാവും. എങ്ങനെ ഞാൻ അതല്ലല്ലോ ഇപ്പോൾ തോനെ വെള്ളം ഉണ്ടല്ലോ വെച്ച് കയറി നോക്കിയെ കൊണ്ട് ഇത് കാണുന്നത്. ഞാൻ പ്ലാവിൻ്റെ എല്ലാം കൂടി ഓൾസിൽ അഴിഞ്ഞിട്ട് വെള്ളം പോകാണ്ട് വെള്ളം ഈ സ്ലേവമേൽ നിറഞ്ഞിട്ട് പിന്നെ പാസേജിലേക്ക് ഒലിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും അധികം വെള്ളം പാസേജിൽ വന്ന്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും വീടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാർക്കെടുത്ത് ഒന്നായിട്ട് തന്നെ വാർക്കുക. അതല്ലെങ്കിൽ ഈ വെള്ളം ചോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം അതങ്ങ് ചെയ്താൽ കേട്ടോ. പിന്നെ അതൊരു തലവേദനയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്ക് തോന്നി ഫ്രിഡ്ജിലുണ്ടല്ലോ ചോളമൊന്നും എടുത്ത് പുഴുങ്ങട്ടെ. അങ്ങനെ ഓരോന്ന് പൂതി വരുമ്പോൾ അവിടെ പുഴുങ്ങിയില്ലേ പിന്നെ അത് അവിടെ എടുക്കും കേട്ടോ. ഇത് പുഴുങ്ങുന്നേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും ചുട്ടിക്കാണെങ്കിൽ. ചുടാനാണെങ്കിൽ അടുപ്പ് കാണലില്ല. അതിന് തീ കിട്ടുമ്പോൾ ചുടാലോ വിചാരിച്ച് കാണാൻ മറന്നും പോകും. പിന്നെ എന്നപ്പോൾ നേരം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതും അങ്ങനെ അടുക്ക് എടുക്കും. ഇപ്പോൾ ഏതായാലും ആ പൂതി വന്നപ്പോൾ വേഗം തന്നെ എടുത്ത് പുഴുങ്ങിട്ടോ. കുക്കറിൽ ഇത്തിരി വെള്ളം ഉപ്പിട്ട് ഇങ്ങാനും ഒന്ന് വേവിച്ചെടുത്ത് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും മുളകും പൊടിയൊക്കെ പുരട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്കും മുന്നൂനും കൂടി തിന്നാലോ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. തിന്നാൻ വേണ്ടിയിട്ട് ഓളെ വിളിച്ചൊക്കെ ഇതിനോട് അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. ഇങ്ങനെ ഞാൻ സ്വന്തമല്ല ഇപ്പോൾ തിന്നാനുള്ളത്. ഞാൻ ഏതായാലും മുളകും പൊടിയും ചെറുനാരങ്ങയുടെ നീരും ഉപ്പും എല്ലാം കൂടി കലക്കി ഇങ്ങനെ ബ്രഷുമേലാക്കിയുമ്പോൾ എല്ലാം തേച്ച് പിടിപ്പിച്ച് ഞാൻ തിന്നുകയും ചെയ്തിട്ട് ഒക്കെയാണ് ഇഷ്ടമുള്ള സാധനവും വേണം. അങ്ങനെ അതോ കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാട്ടോ. വല്യമ്മേൻ്റെ അടുത്ത് എൻ്റെ അമ്മായിയും ഉമ്മേമ്മൻ്റെ മോളും അനിയത്തിയും ആരുണ്ട്. ഒരു രാവിലെ തുടങ്ങി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, നമ്മൾ കഥ അറിഞ്ഞ് കുത്തിരിക്കുകയെന്ന് പറഞ്ഞ് പുരേ ചെന്നിക്കാണെങ്കിൽ ആർക്കും കഥ അറിയാൻ നേരം ഉണ്ടാവില്ലല്ലോ. പുരത്തെ പണിയെടുക്കാണ്ട് വെക്കാനും വിളമ്പാനും തിന്നാനേ നേരം ഉണ്ടാവും. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കഥയും പറഞ്ഞ് കുത്തിരിക്കാന്ന് വിളിക്കുക. അമ്മനെ നോക്കാനും നിന്നല്ല കേട്ടോ ഒരു പറയുന്നത്. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് ഞാനും പോയി ഒരിടത്തേക്ക്. മാലയൊക്കെ ഉണ്ടല്ലേ കയ്യിൽ? ഓ അതായി വരാണ്ടെന്നേ വലിയ അമ്മ ഇടിക്കൂലോ. ഇവര് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചുമന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് അമ്മ പറയുന്നത് എനിക്ക് ചുമന്നൊക്കെ പറഞ്ഞല്ലോ എന്ന്. പിന്നെ ആണെങ്കിൽ ഒരു വിളിച്ച് കണക്കി പുരേ കുത്തിരുന്നാൽ കുത്തിരിപ്പും കൊള്ളൂലേ. ഞാനും പോയി ഒരിടത്തേക്ക്. ഞങ്ങളെല്ലാവരും കൂടി എടുത്തിൽ ഒത്തുകൂടിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അമ്മായിയാണ്, മക്കളാണ്, അമ്മമാരാണ്, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല കേട്ടോ. ഇനി അമ്മമാരാണെങ്കിലും എല്ലാത്തിനും കൂടുന്നേറ്റാണ് നല്ല രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ. എന്നാൽ രാത്രി ഉമ്മൻ്റെ അടുത്തിൻ്റെ അനിയത്തിയും അമ്മേമ്മയും കൂടി കേട്ടോ നിന്ന്. പിന്നെ അമ്മേമ്മക്ക് പോടിയെ കൊണ്ട് അമ്മായി രാവിലെ ചായയൊക്കെ ആയിട്ട് വന്നതാണ്. ബീഫും പത്തിരിയും പൊറാട്ടയും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് ബാക്കി ഉണ്ടായപ്പോൾ എന്നോട് തിന്നെങ്കിൽ തിന്ന് ബാക്കി വേസ്റ്റ് ആക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചി ചോറും കൊണ്ട് വരുന്നത്. പിന്നെ മുത്തും മോനൊക്കെ അമ്മൻ കാണാൻ വേണ്ടി വന്ന് പിന്നെ ഓലൊക്കെ കൂടെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് പിന്നെ ഞാനിങ്ങ് പോന്നിട്ടേക്ക് വട്ടോളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. അതും വാങ്ങി പുരയിലേക്ക് പോകുന്നത്. അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട്